വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ കണ്ടെത്താൻ മുണ്ടക്കയിൽ റഡാർ ഉപയോഗിച്ച് സൈന്യം പരിശോധന നടത്തി. ഇതുവരെ മരണസംഖ്യ 365ആയി. ഇനിയും 200-ലധികം പേരെയാണ് കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ചാലിയാർ പുഴയിൽ ഇന്ന് നടത്തിയ പരിശോധനയിലും മൃതദേഹങ്ങൾ കണ്ടെത്താനായി. വയനാട് ദുരന്തഭൂമിയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ തിരിച്ചറിയാനാകാതെയുള്ള മൃതദേഹങ്ങൾ കൂട്ടത്തോടെ പുത്തുമലയിൽ എത്തിച്ച് സംസ്കരിക്കുകയാണ്. മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനായുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരണവും തുടങ്ങിയിട്ടുണ്ട്. അതേസമയം മുണ്ടക്കയിൽ പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനം. ദുരന്തം നടന്ന പ്രദേശത്ത് മോഷണം നടക്കുന്നുണ്ടെന്ന പരാതിയിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, എങ്ങനെയാണ് ഇപ്പോൾ പരിശോധനകളൊക്കെ പുരോഗമിക്കുന്നത്? വിഷ്ണു, ഒരു വശത്ത് പരിശോധനകൾ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഞ്ചിരിവട്ടം, മുണ്ടക്കൈ, ചൂരൽമല, ചാലിയാർപ്പുഴയുടെ വിവിധ കൈവഴികൾ, വനമേഖലകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിപുലമായ പരിശോധനയാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തകരുടെ സജ്ജമായ സന്നാഹത്തോടുകൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുത്തുമലയിൽ മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹങ്ങളെല്ലാം കൂട്ടസംസ്കാരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സർവ്വമത പ്രാർത്ഥനയോടുകൂടി വലിയ കുഴിമാടകൾ തയ്യാറാക്കിയാണ് ഈ മൃതദേഹങ്ങളെല്ലാം ഇവിടെ സംസ്കരിക്കുന്നത്. ഈ മൃതദേഹങ്ങളിൽ തിരിച്ചറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി DNA പരിശോധനയും പൂർത്തിയാക്കുന്നുണ്ട്. DNA പരിശോധനാ ഫലത്തിലൂടെ മാത്രമായിരിക്കും ഏതൊക്കെ ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത്, ആരുടെയൊക്കെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നതിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള പരിശോധനാ നടപടികളാണ് ഇപ്പോൾ തുടർന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഈ രക്തസാമ്പിളുകൾ പരിശോധിച്ചുകൊണ്ട് ഏതൊക്കെ മനുഷ്യരെയാണ് ഇനി കണ്ടെത്താനുള്ളത്, ഏതൊക്കെ ആളുകളുടെ മൃതശരീരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു വിലയിരുത്തൽ ഉണ്ടാകും. കൃത്യമായ കൗൺസിലിംഗുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന രക്തസാമ്പിളുകൾ സ്വീകരിക്കേണ്ട ആളുകൾക്ക് നൽകിയതിന് ശേഷമാണ് അവരുടെ രക്തസാമ്പിളുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ സാമ്പിളുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള DNA പരിശോധന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും രക്ഷാദൗത്യം ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള JCBയും മണ്ണുമാന്തി യന്ത്രം, ഹിറ്റാച്ചിയും അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള തിരച്ചിലാണ് വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നായയുടെ സഹായം തേടുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തിലെന്ന പോലെ മനുഷ്യ ശരീരത്തിന്റെ മനുഷ്യമാംസത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന പരിശീലനം ലഭിച്ച നായയുടെ സഹായത്തോടുകൂടിയുള്ള തിരച്ചിൽ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ചുരൽമലയിലാണ് പ്രധാനമായും നായയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം. തൊട്ടടുത്തൂടെ ഒഴുകുന്ന ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ചാലിയാർ പുഴയുടെ വിവിധ കൈവഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടക്കുന്നുണ്ട്. ചാലിയാർ പുഴ അവസാനിക്കുന്ന മലപ്പുറം ജില്ലയോട് ചേർന്ന അതിർത്തി പ്രദേശത്തോട് ചേർന്ന വിവിധ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും ഇന്ന് നടക്കുന്നുണ്ട്. വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് പ്രദേശവാസികളുടെ, ഈ മേഖലകളിലുള്ള വനവാസികളുടെ അടക്കം സഹായം തേടിക്കൊണ്ടാണ് രക്ഷാദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിപുലമായ രീതിയിൽ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്യാധുനിക രീതിയിലുള്ള റഡാർ സംവിധാനങ്ങൾ, സൈന്യം മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന മൈനുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയുടെ അടിയിൽ ഏതെങ്കിലും മനുഷ്യജീവനുകളുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള നടപടികളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലുകളും ഇപ്പോൾ ചൂരൽമല മേഖലകളിലും മുണ്ടക്കയിലും എല്ലാം വ്യാപകമായി നടക്കുന്നുണ്ട്. ഷിരൂരിൽ ഈ രക്ഷാദൗത്യത്തിന് റഡാർ ഉപയോഗിച്ചുള്ള രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ഇവിടെ എത്തി ചൂരൽമലയിൽ റഡാർ സംവിധാനത്തിൽ മനുഷ്യജീവനുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. എന്തായാലും വ്യാപകമായ തിരച്ചിലാണ് നടക്കുന്നത്. മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം മേഖലയിൽ നിന്നും കൂടുതൽ മൃതശരീരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ കൂടുതൽ മൃതശരീരങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ സൈന്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മുണ്ടക്കൈ മേഖലയിൽ നിന്നും ഒരു മനുഷ്യനെ പോലും ജീവനോടെ കണ്ടെത്താനില്ല എന്നുള്ള വിലയിരുത്തൽ മുഖ്യമന്ത്രി അറിയിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ദൗത്യത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നത്. പുഞ്ചിരിവട്ടത്ത് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. പാറക്കെട്ടുകൾ പൊട്ടി ഈ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് മറിഞ്ഞു വീണ് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തകർന്നു വീണും അതിന് മുകളിലേക്ക് മണൽക്കൂനകൾ വന്ന് പതിച്ച് ഭൂമിശാസ്ത്രം തന്നെ മാറിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മേഖലകളെല്ലാം ഉള്ളത്. അപ്പോൾ ഈ പ്രദേശത്തെ വലിയ മണൽക്കൂനകൾ നീക്കം ചെയ്യണം. അതിനടിയിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ട്. കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ പാളികൾ നീക്കം ചെയ്യണം. അതിനും അടിയിൽ മൃതശരീരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യം കൂടുതൽ മികവുറ്റ രീതിയിൽ നടത്തേണ്ടത്. കൂടുതൽ സർവ്വസജ്ജമായിട്ട് അവിടേക്ക് പോയി രക്ഷാദൗത്യം നടത്തേണ്ട കാര്യമുള്ളത്.
ഉള്ളത്. അതുകൊണ്ട് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും വലിയ രീതിയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം JCB-കളൊക്കെ ഒരു 10-15 JCB-കൾ ഒരു മേഖലയിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തിയത്. പക്ഷേ കൂടുതൽ മൃതദേഹങ്ങൾ ഇതുവരെയും ഇവിടെ നിന്നും മുണ്ടക്കൈ പുഞ്ചിരിവട്ടം മേഖലയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചാലിയാർ പുഴയിൽ നിന്നും ഒപ്പം തന്നെ ചൂരൽമല മേഖലയിൽ നിന്നുമാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുക, പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക, രക്ഷാദൗത്യം കൂടുതൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള രക്ഷാപ്രവർത്തകരുടെ മുന്നിലുള്ള പ്രധാന ദൗത്യം. അതുതന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞത്. രക്ഷാദൗത്യം ഉടൻ അവസാനിപ്പിക്കും, ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഇനി രക്ഷാദൗത്യം ഇങ്ങനെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇനി കാണാനുള്ള ആളുകളെ കാണാതായവരുടെ പട്ടിക ഉൾപ്പെടുത്തി FIR രേഖപ്പെടുത്തി കാണാതായവർ എന്ന് സ്ഥിരീകരിച്ച് അതിനുശേഷം മരണപ്പെട്ടു എന്നുള്ള ഒരു പട്ടിക ഉണ്ടാക്കുകയാണ് സാധാരണഗതിയിൽ ദുരന്ത മേഖലകളിൽ ആളുകളെ കാണാതാകുമ്പോൾ ചെയ്യുക. ആ ഒരു ദൗത്യത്തിലേക്ക് ഉദ്യമത്തിലേക്ക് സംസ്ഥാന സർക്കാർ എപ്പോഴാണ് കടക്കുക എന്നുള്ള കാര്യം അന്തിമമായി സംസ്ഥാന സർക്കാർ തന്നെയാണ് അറിയിക്കേണ്ടത്. ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ ഇത് രീതിയിൽ തന്നെ രക്ഷാദൗത്യം മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അടുത്ത ദിവസങ്ങളിലും രക്ഷാദൗത്യം തുടരും. സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ഈ ഒരു ദൗത്യം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ആ നിമിഷം വരെയും മുഴുവൻ കേന്ദ്രങ്ങളും മുഴുവൻ സ്ഥലങ്ങളും ദുരന്തബാധിത മേഖലയുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്താൻ സാധ്യതയുള്ള മൃതദേഹങ്ങൾ അവശേഷിക്കാൻ സാധ്യതയുള്ള മുഴുവൻ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ രീതിയിലുള്ള തിരച്ചിൽ തുടരുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തെങ്കിലും വ്യാപകമായ തിരച്ചിലാണ് ചാലിയാർ പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ ഇരു കരകളിലും ബന്ധിപ്പിച്ചുകൊണ്ട് വടങ്ങൾ കെട്ടിക്കൊണ്ട് തെരച്ചിൽ നടത്തുന്നു. രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നവർ ഈ ഒരു വടത്തിൽ പിടിച്ചുകൊണ്ട് വടത്തിന്റെ സഹായത്തോടു കൂടി പുഴയിൽ ഇറങ്ങിയാണ് തെരച്ചിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ചാലിയാർ പുഴയിൽ നടത്തിയ ദൗത്യത്തിനിടയിൽ രക്ഷാപ്രവർത്തകരായ 2-3 പേർ പുഴയിൽ വീഴുകയും അപകടമുണ്ടാവുകയും ചെയ്തു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പിടിച്ചുകയറ്റി കരയിലേക്ക് എത്തിച്ചു. അപകടമില്ല, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള ഒരു വാർത്തയും ഒരു ആശ്വാസകരമായ വാർത്തയും അവിടെ നിന്നുണ്ടായി എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാലാവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പ്രകൃതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അതീവ ദുഷ്കരമായ സാഹചര്യത്തിലാണ് മുഴുവൻ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദൗത്യം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദൗത്യത്തിന് അവിടെയുള്ള വനവാസികളുടെ അടക്കം സഹായം തേടുന്നുണ്ട്. വനവാസികൾക്ക് ആ പ്രദേശത്തെ പറ്റി കൃത്യമായി ധാരണയുള്ള വനവാസികളെ കൂടെ ചേർത്തുകൊണ്ട് അവരുടെയും കൂടി സഹായത്തോടു കൂടിയാണ് ഈ നിലമ്പൂർ മേഖലയിലും മറ്റ് പോത്തുങ്കൽ മേഖലയിലുമുള്ള വന മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ നടക്കുന്നത്. നേരത്തെ ചാലിയാർ പുഴയിലൂടെ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ കാര്യം നമ്മൾ കണ്ടതാണ്, ആ വാർത്തകൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചാലിയാർ പുഴയിലൂടെ അതിശക്തമായി ഒഴുകിയ പുഴയിലൂടെ ആ മൃതദേഹങ്ങൾ നിലമ്പൂർ പോത്തുങ്കൽ മേഖലയിലെ വനമേഖലയിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുന്നത്. ഇതിൽ നിന്ന് ഏതൊക്കെ ദേശങ്ങളിലേക്കാണ് ഈ പുഴയിൽ നിന്നും മൃതദേഹം ഒഴുകിയെത്താനുള്ള സാധ്യത ഉള്ളത് എന്നുള്ള കാര്യം വനവാസികളിൽ നിന്നും ചോദിച്ചറിയുന്നുണ്ട്. എന്നിട്ട് അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ മേഖലകളിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം മുണ്ടക്കയിലായാലും പുഞ്ചിരിവട്ടത്തായാലും ഈ പ്രദേശവുമായി അടുത്ത് അറിയാവുന്ന ഈ പ്രദേശത്ത് എത്ര വീടുകൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ കെട്ടിടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, എത്ര ഇരുതല കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ വീടുകളാണ് ഓടുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന, കടകൾ എത്രയുണ്ടായിരുന്നു എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന പ്രദേശവാസികളെ കൂടി സഹായം ഈ ഒരു അവസരത്തിൽ രക്ഷാദൗത്യത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തേടുന്നുണ്ട്. കാരണം ഇരുനില വീടുകൾ ഉണ്ടെങ്കിൽ ആ വീടുകൾക്ക് അടിയിലേക്ക് എത്രമാത്രം തിരച്ചിൽ നടത്തണം, ഈ ഒരു നില വീടാണെങ്കിൽ അതിന് എത്രമാത്രം തിരച്ചിൽ നടത്തണം എന്നൊക്കെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഈ വീടുകൾ ഇരുന്ന സ്ഥലവും ക്രമവും എല്ലാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ഈ പ്രദേശവാസികളെ കൂടി വയനാട് ജില്ലയിലെ മുണ്ടക്കയും പുഞ്ചിരിവട്ടവും ഒക്കെ കൃത്യമായി അറിയാവുന്ന പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം അറിയാവുന്ന ആളുകളുടെ കൂടി സഹായത്തോടു കൂടിയുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇന്നും വൈകിട്ട് വരെയും രാത്രി വരെയും ഇരുൾ വീഴുന്നത് വരെയും തുടരും. അതിനുശേഷം നാളെയും രക്ഷാദൗത്യം ഉണ്ടാകും എന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ ഈ ദൗത്യം തുടരുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വയനാട്ടിൽ ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരുടെ 5 അംഗ മന്ത്രിസംഘം ഇവിടെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ്, കെ രാജൻ, AK ശശീന്ദ്രൻ അടക്കമുള്ള 5 മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഒരു ഉപസമിതി വയനാട്ടിൽ രൂപീകരിച്ചിരിക്കുന്നത്. ഈ ഉപസമിതിയുടെ ഒരു അവലോകന യോഗം ഇന്നുണ്ട്. അതിനുശേഷം 5 മണിയോടെ ഈ ഉപസമിതി 5 മന്ത്രിമാരും മാധ്യമങ്ങളെ കാണും. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ദൗത്യത്തിന്റെ പ്രവിധ ഘട്ടങ്ങൾ, ഇനിയുള്ള ദൗത്യം എങ്ങനെയാണ്, പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ, ദൗത്യം എത്ര ദിവസം വരെ നീളും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഏകദേശ ചിത്രം ഈ ഒരു അവലോകന യോഗത്തിന് ശേഷം അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്ന ആ ഒരു അവസരത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു. ഈ കാര്യത്തിൽ ആശ്വാസകരമായ ചില പ്രഖ്യാപനങ്ങൾ, ആശ്വാസകരമായ ചില കാര്യങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വയനാട് സന്ദർശിച്ചപ്പോൾ നടത്തുകയുണ്ടായി. അദ്ദേഹം വിവിധ മേഖലകൾ സന്ദർശിച്ചു. വയനാട്ടിലെ ദുരന്ത മേഖലയിലെ പല ഭാഗങ്ങൾ
മുണ്ടക്കയും പുഞ്ചിരിവട്ടവും അടക്കമുള്ള ദുരന്തത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതലുണ്ടായ പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി ചൂരൽമലയിലെത്തി. ചൂരൽമലയിലെയും ഇപ്പോൾ നടക്കുന്ന തിരച്ചിലുമെല്ലാം അദ്ദേഹം കാണുകയും ചെയ്തു. അതിനുശേഷം വിവിധ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. മേപ്പാടിയിലെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന ശ്മശാനം അദ്ദേഹം സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്തു. ദൗത്യം ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ദൗത്യത്തിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത്, ഇതുവരെയുള്ള ദൗത്യത്തിന്റെ വിലയിരുത്തലുകൾ അടക്കം അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ ഭാഗങ്ങളിലെ ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 90-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 90,000-ലധികം ആളുകളാണ് കഴിയുന്നത്. ഇവരുടെ ദുരിതാശ്വാസം ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പുനരധിവാസം ഒരു പ്രധാന വെല്ലുവിളിയായി ഇന്നുള്ള അടുത്ത ഘട്ടത്തിലെ പ്രധാന വെല്ലുവിളിയായി നിലനിൽക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള കൃത്യമായ നടപടികൾ കൂടിയാലോചനകൾക്ക് ശേഷം കൈകാര്യം ചെയ്യും. കേന്ദ്ര സർക്കാരുമായി പ്രധാനമന്ത്രിയും ഒക്കെയായിട്ടുള്ള കൂടിയാലോചനകൾ, കൃത്യമായ ഇടപെടലുകൾ ഈ കാര്യത്തിൽ ഉണ്ടാകും. ഉടൻ തന്നെ അധികം വൈകാതെ തന്നെ ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കും. അതിനുള്ള നടപടികൾ സ്വീകരിക്കും. സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയും ഇക്കാര്യം കഴിഞ്ഞ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിലയിരുത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് പുനരധിവാസം സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ കൂടിയാലോചനകൾ നടത്തും എന്ന് തന്നെയായിരുന്നു. ഇനിയും ക്യാമ്പുകൾ കുറച്ചുനാൾ കൂടി നീട്ടിക്കൊണ്ടു പോകേണ്ട സാഹചര്യമുണ്ട്. ക്യാമ്പുകൾ നീട്ടിക്കൊണ്ടു പോയതിനു ശേഷം പുനരധിവാസത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നടപ്പാക്കാനാവുക, ഏതൊക്കെ കാര്യങ്ങളാണ് പ്രായോഗിക തലത്തിൽ വേഗത്തിൽ നടപ്പാക്കാനാവുക എന്ന കാര്യങ്ങൾ ആലോചിക്കും. അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് ഈ ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യമാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. സമാനമായ രീതിയിൽ സുരേഷ് ഗോപിയും കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി, കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടലോടുകൂടി സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് പുനരധിവാസം സാധ്യമാക്കും എന്നുള്ള കാര്യം പറയിച്ചിട്ടുണ്ട്. എന്തായാലും ഒപ്പം തന്നെ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത സൈനികരെ അദ്ദേഹം അഭിനന്ദിച്ചു. ഒപ്പം രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടുകൂടി, ഏറ്റവും ആധുനികമായ സാമഗ്രികളുടെ സഹായത്തോടുകൂടിയുള്ള രക്ഷാദൗത്യം അടുത്ത ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യവും സുരേഷ് ഗോപി അറിയിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കൃത്യമായി അടിവരയിടുന്ന രീതിയിൽ തന്നെയാണ് റഡാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യം തന്നെയാണ് അദ്ദേഹത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള കാര്യങ്ങളും മുൻനിർത്തിക്കുമെന്നും സുരേഷ് ഗോപി അറിയിക്കുകയുണ്ടായി. കൃത്യമായ വിലയിരുത്തലുകൾ, കൃത്യമായ നടപടികളെല്ലാം ഉണ്ടാകുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ രണ്ട് മന്ത്രിമാരിൽ നിന്ന് സുരേഷ് ഗോപി ഇവിടെ സന്ദർശിച്ചു. ഒപ്പം തന്നെ ജോർജ് കുര്യൻ ഈ സംഭവമുണ്ടായി അടുത്ത നിമിഷം മുതൽ തന്നെ ഇവിടെ വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ വിവരങ്ങൾ ഇവിടെ ഉള്ളതിന്റെ രക്ഷാദൗത്യത്തിന്റെയും മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സംബന്ധിച്ചും എല്ലാമുള്ള കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടുകളാക്കി പ്രധാനമന്ത്രിക്ക് നൽകുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൃത്യമായ അവലോകന വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇരു മന്ത്രിമാരുടെയും ഇടപെടലുകളോടുകൂടി, ഇരു മന്ത്രിമാരുടെയും മേൽനോട്ടത്തിൽ കൃത്യമായ ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള ഘട്ടങ്ങളിൽ ഈ വയനാടിനെ തിരികെ പിടിക്കുന്നതിന് വേണ്ടി, ദുരന്തഭൂമിയെ തിരികെ പിടിക്കുന്നതിന് വേണ്ടി, ദുരന്തഭൂമിയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള നടപടികളെല്ലാം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് സുരേഷ് ഗോപി ഈ ഒരു മേഖല സന്ദർശിച്ചപ്പോഴും ഒപ്പം തന്നെ ജോർജ് കുര്യന്റെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരുപാട് മിഥുൻ, അത് തന്നെയാണ് അതീവ ദുഷ്കരമായ ഒരു രക്ഷാദൗത്യം. അതിൻ്റെ നിർണായക ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ അതിലേറെ പ്രയാസപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വളരെയധികം ഹൃദയഭേദകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് പുത്തുമലയിലാണ്. പുത്തുമലയിൽ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കൂട്ടമായി എത്തിച്ച് സംസ്കരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ അവിടെ നടക്കുകയാണ്.